ആ വിഷയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയി. നമ്മുടെ പൈതൃകം എന്താണ്? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ലോകം തിരിയുന്ന മഹാനല്ലേ. അദ്ദേഹത്തിന്റെ നാക്കിന്റെ തുമ്പിൽ പടച്ചറപ്പ് ഹക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലോകത്തെ സത്യം മാത്രം വിളിച്ചു പറഞ്ഞ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു ഉമറിന്റെ നാവിൽ സത്യമുണ്ട്. ആ ഉമർ റളിയല്ലാഹു തആല മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി ചെയ്ത പ്രവർത്തനം എന്താണ്? കുത്തേറ്റ് വീണുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കഴിയുമ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനം, ബോധം തെളിയുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുന്നു. പിന്നീട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താ? അബ്ദുള്ള എന്ന് പറയുന്ന തന്റെ മകനെ വിളിച്ചുകൊണ്ട് നേരെ പറഞ്ഞേക്കുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സവിധത്തിലേക്ക്. മോനെ ആയിഷ ബീവിയോട് നീ പറയണം, ഉമർ ഇന്ന് ഞാൻ ഖലീഫയല്ല, ഖലീഫയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അവകാശവാദം ഉന്നയിക്കരുത്. മഹദി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗളാ ഷരീഫിൽ മഹദിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു സ്ഥലമുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നബി തങ്ങളുടെയും അടുത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആ സാമീപ്യം, ആ സ്ഥലം ഉമറിന് വിട്ടു തരുമോ? അതിന്റെ അന്ത്യാഭിലാഷമാണെന്ന് പോയി പറമോനെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധാനത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്ന വിജിഗീഷുവായ ഭരണാധികാരി ഒരാറടി മണ്ണ് റൗളാ ഷരീഫിന്റെ ഉള്ളിൽ ചോദിച്ചു വാങ്ങുന്നത് എന്തിനാ? മരിച്ചു കഴിഞ്ഞാൽ എവിടെ മറപ്പെട്ട് കിടന്നാൽ എന്താ? അങ്ങനെ ചോദിക്കുന്നവരില്ലേ? പക്ഷേ നിങ്ങളൊന്നോർത്ത് നോക്ക്, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ലോക മുസ്ലിങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മഖാമിൽ മഹാനവറുകൾ കിടക്കാൻ ആഗ്രഹിച്ചു. റസൂലുള്ളാഹിയോട് മരണാനന്തരവുമുള്ള സാമീപ്യം വേണമെന്ന് ആഗ്രഹിച്ചത് ബർക്കത്ത് എടുക്കാനല്ലേ? മരണാനന്തരമുള്ള ബർക്കത്ത്. കുത്തുകിട്ടി വീണ് കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യൻ പോലും എനിക്ക് ഇന്ന സ്ഥലത്ത് ഖബർ വേണമെന്ന് പറയുന്നു. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ സന്നിധാനത്തിലാകണമെന്ന് പറയുന്നു. അത് അഷ്റഫുൽ ഖൽക്കിനോടും സിദ്ദീഖ് തങ്ങളോടും ഒക്കെയുള്ള ആ വൈകാരിക ബന്ധമാണ്. മരണാനന്തരവും അതെനിക്ക് കാത്തു സൂക്ഷിക്കണമെന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞതിൽ അർത്ഥമില്ലേ? മരണാനന്തരം പോലും മഹാന്മാരുടെ സാമീപ്യം ആഗ്രഹിച്ചു കൊണ്ടല്ലേ ആ പറഞ്ഞത്? അത് പൈതൃകമാണോ അല്ലയോ നമ്മളാ തീരുമാനിക്കേണ്ടത്. മഹാന്മാരുടെ മക്ബറകൾക്കും മക്കാമുകൾക്കും പ്രാധാന്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ എന്തിന് ആ മക്ബറയിൽ തന്നെ മറവ് ചെയ്യണമെന്ന് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു. അത് നമ്മളാണ് സ്വയം മനസ്സിൽ കണ്ടെത്തേണ്ട ചോദ്യം. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഉമ്മു സലീം എന്ന് പറയുന്ന ഒരു മഹദി, ആ മഹദിയുടെ കൈവശം ഒരു തോൽപാത്രം. ആ തോൽപാത്രത്തിന്റെ വായ്ഭാഗം വെട്ടിയെടുത്തുകൊണ്ട് മഹദി കാലങ്ങളോളം സൂക്ഷിക്കുന്നു. എന്തിന്? ഒറ്റ ഗുണം മാത്രമേ അതിനുള്ളൂ, ഒറ്റ ഗുണം. അതെന്താ? അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടുകൾ പതിഞ്ഞ സ്ഥലം അവിടെയുണ്ട്. നബി തങ്ങൾ വെള്ളം കുടിച്ച ഒരു തോൽപാത്രം. എന്താണ് അതിന്റെ പ്രത്യേകത? അത് വെട്ടിയെടുത്തുകൊണ്ട് സൂക്ഷിക്കുന്നു, ആ ഭാഗം പ്രത്യേകം സൂക്ഷിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അതിന് വെള്ളം കുടിച്ചു എന്ന് ഒരാൾക്കും സംശയമില്ലല്ലോ ഈ വിഷയത്തിൽ. ഒരാൾക്കും ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ചെയ്തു എന്ന വിഷയത്തിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ ചെയ്തത് തെറ്റാണോ? എന്താ ഒരു പാത്രം, ഒരാൾ വെള്ളം കുടിച്ച പാത്രത്തിന് ഇത്ര വലിയ പ്രത്യേകത? സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതൊന്നുമല്ലല്ലോ. പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ചുണ്ടു പതിഞ്ഞ സ്ഥലം അത് ഉമ്മു സലീമിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എത്രയോ അനുഭവങ്ങൾ, സംഭവങ്ങൾ താരീഖിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ലേ? നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മോതിരം, നബി തങ്ങൾ ആ മോതിരം കയ്യിലണിയുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങളിൽ നിന്നും ആ മോതിരം പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുന്നു. അദ്ദേഹം അത് സൂക്ഷിക്കുന്നു, കയ്യിലണിയുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിന്നെ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് ലഭ്യമാകുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ അത് കയ്യിലണിയുന്നു. ഉമർ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ നിന്നും പിന്നീട് അത് കിട്ടുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുന്നു. അദ്ദേഹം അത് കയ്യിലണിയുന്നു. എന്താ ഇതൊരു പുരാവസ്തുവ? ആണെങ്കിൽ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് പ്രദർശിപ്പിച്ചാൽ പോരെ? അത്രയല്ലേ ആവശ്യമുള്ളൂ. എന്തേ നബി തങ്ങളെ കയ്യിലിട്ട മോതിരം ഇടാൻ ഈ ഖലീഫമാരൊക്കെ ആഗ്രഹിച്ചു. അവസാനം ആ മോതിരം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്നും വീണുപോയി ഖുബാ പള്ളിക്കടുത്തുള്ള ഒരു കിണറ്റിൽ. മദീനത്ത് സിയാറത്തിന് പോകുന്ന ആളുകൾ മസ്ജിദുൽ ഖുബായിൽ സിയാറത്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താഴത്ത് കാണാം ചെറിയൊരു മിനാരം പോലെ മൂടിയിട്ട ഒരു കിണർ. ബിർ അരീസ് എന്ന് ചരിത്രത്തിൽ പറയും. ആ പള്ളിയുടെ സമീപം ചെന്നുകൊണ്ട് ആ ചരിത്രം സ്മരിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് ബിർ ഹാത്തം എന്ന് ചരിത്രത്തിൽ പറയുന്ന പള്ളി. മോതിരം വീണ കിണർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലണിഞ്ഞിരുന്ന മോതിരം അതിൽ വീണുപോയി. എത്ര തവണ വറ്റിച്ച് പരിശോധിച്ചിട്ടും അത് കിട്ടിയില്ല, ചരിത്രം പറയുന്നു. ആ മോതിരത്തിന് വേണ്ടി എത്ര തവണ അധ്വാനിച്ചു നോക്കി ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ വിധിയാണ് അത് പോയി. എന്തിനാണ് ആ മോതിരം അവർ കയ്യിലിട്ട് സൂക്ഷിച്ചത്? അതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ? പൂർവിക മഹത്തുക്കളെ ആദരിക്കുന്നതിന് അർത്ഥമുണ്ടോ ഇല്ലയോ? ചിന്തിക്കണം, പറയണം, ആലോചിക്കണം. ഞാൻ ആരെയും എതിർക്കാനല്ല പറയുന്നത്. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം.
നമ്മൾ തന്നെ അതേ ബറക്കത്തുകൾ ഉണ്ടോ സമൂഹത്തിൽ? ഇത്തരം പ്രവർത്തനത്തിൽ ബറക്കത്തുണ്ടോ? ചികിത്സ വരെ നടത്തിയിരുന്നില്ലേ പൂർവികർ അത്തരം വസ്തുക്കൾ കൊണ്ട്? ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മരണാനന്തരം അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു തആല, അസ്മാ ബിൻത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രി അസ്മാ ബീവി, ആയിഷ ബീവിയുടെ സഹോദരി, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പത്നിയുടെ സഹോദരി, ഒരു ജുബ്ബ, ആ ജുബ്ബ തന്റെ വീട്ടിൽ വളരെ കൗതുകത്തോടു കൂടി ആദരവോടു കൂടി സൂക്ഷിക്കുന്നു. ഷറഫാക്കപ്പെട്ട ഒരു ജുബ്ബ താരീഖിൽ കാണാം. ഇസ്ലാമിക ചരിത്രകാരന്മാർ മുഴുവൻ ഒരു അഭിപ്രായാന്തരവുമില്ലാതെ രേഖപ്പെടുത്തിയ ചരിത്രം. ഒരു ജുബ്ബ മഹദി സൂക്ഷിക്കുന്നു. ആ ജുബ്ബ മഹദി സൂക്ഷിച്ചുകൊണ്ട് ചില പ്രതിസന്ധി ഘട്ടത്തിൽ പുറത്തിറക്കുന്നു. എന്നിട്ട് മഹദി തന്നെ പറഞ്ഞത് കാണാൻ കഴിയും. ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ജുബ്ബയാണ്, കുപ്പായമാണ്, മേൽക്കുപ്പായമാണ് വെച്ചു. വകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, ലോകത്തിന്റെ വിമോചകനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ധരിക്കാറുണ്ടായിരുന്നു. തിരുദൂതർ ഇത് ധരിക്കാറുണ്ടായിരുന്നു. തിരുദൂതർ ധരിച്ചിരുന്ന ഈ സാധനം ഞാൻ എൻ്റെ കൈവശപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, ഫനഹ്നു നഉസിലുഹാ ലിൽ മർളാ നസ്തശ്ഫി ബിഹാ. ആ വാചകം നോക്കണം. ഫനഹ്നു നഉസിലുഹാ, ഞങ്ങൾ അതിനൊന്ന് മുക്കും, വെള്ളമെടുത്ത് വെച്ചിട്ട് ഈ ജുബ്ബയൊന്ന് വെള്ളത്തിൽ മുക്കും. അങ്ങനെ തന്നെ ആർക്കാ സംശയം? ഇമാം മുസ്ലിം തങ്ങളെ സംശയമുണ്ടോ? താരീഖിന്റെ കിതാബിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ശങ്കയുണ്ടോ? ഫനഉസിലുഹാ, ഞങ്ങളത് മുക്കും. ലിൽ മർളാ, രോഗികൾക്ക് വേണ്ടി മുക്കും. കുപ്പായം കഴുകാൻ വേണ്ടി മുക്കുന്നതല്ല, രോഗികൾക്ക് വേണ്ടി മുക്കും. നസ്തശ്ഫി ബിഹാ, അതുകൊണ്ട് ഞങ്ങൾ ഷിഫാഇന് തേടും, അഥവാ രോഗ ചികിത്സ നടത്തുമെന്ന് അസ്മാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞതായി ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ സംശയം? ഈ ജുബ്ബയുടെ ഏക പ്രത്യേകത എന്താ? അതിന്റെ ശീലയുടെ പ്രത്യേകതയാണോ? അല്ല. ആ ജുബ്ബ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചു എന്നുള്ള ഏക പ്രത്യേകത മാത്രമേ അതിനുള്ളൂ. നബി തങ്ങൾ ആ ജുബ്ബ ധരിച്ചു എന്നൊരൊറ്റ പ്രത്യേകത. ആ ജുബ്ബ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ചികിത്സക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയെന്ന് ചരിത്രത്തിൽ എമ്പാടും പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇത്തരം മഹത്തുക്കൾ. ഇനിയിപ്പോ ഒരു സാധനം ഒന്നും വേണ്ട. അതിപ്പോ ഒരു ജുബ്ബ എന്ന് പറയുന്നൊരു സാധനമെങ്കിലും ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ഒരു മഹാനെ വെറുതെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ കേൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? നമ്മൾ ദ്വാരനാ കേൾക്കില്ല എന്നതിനർത്ഥമില്ല. നമ്മൾ ദുആ ചെയ്താൽ കേൾക്കില്ല എന്നതിനർത്ഥമില്ല. മമ്പുറത്തേക്ക് വരാൻ പല വഴികളുണ്ട്. തിരുരങ്ങാടി വഴി ഇങ്ങനെ വന്നാലും എത്തും, NH വഴി ഇങ്ങനെ വന്നാലും എത്തും, ഇപ്പുറത്ത് കൂടെ ദാറുഹുദ വഴി എങ്ങനെ വന്നാലും എത്തും. ഏത് വഴിയെത്തും? പക്ഷെ ചില വഴി ചിലപ്പോൾ ബ്ലോക്കായിട്ടുണ്ടാവും, എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ വരും. എന്നാൽ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ആ വഴി സ്വീകരിച്ചാൽ വേഗത്തിലെത്തും. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണാനന്തരം പോലും നബി തങ്ങളുടെ ഖബറിൽ വന്നിട്ട് ഇതുപോലെ മഖബറിൽ വന്ന് ദുആ ചെയ്യും പോലെ ദുആ ചെയ്തിട്ട് പ്രതിഫലം കിട്ടിയ ചലനമുണ്ടായ എത്ര അനുഭവങ്ങൾ താരീഖിന്റെ കിതാബിൽ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നു. പിന്നെ എന്തിനായി ഈ ഖബറിൽ വന്ന് നമ്മളൊരു പ്രാർത്ഥന ആ മഹാനെ മുൻനിർത്തി നടത്തുന്നതിന് മഖബറയിൽ പോകുന്നവരെ ഈ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്? അതൊരു ശരിയുണ്ടോ? മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ, എന്തിനാ ഇവിടെ വരുന്നത് എന്നൊരു ചോദ്യം മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ചോദ്യകർത്താവിനേക്കാളും പറയുന്ന എന്നെക്കാളും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാളും ഒക്കെ ഉയർന്ന തലത്തിലുണ്ടായിരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഒരു സമൂഹത്തിന് വേണ്ടി ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മാത്രം ജീവിച്ച ഒരു മഹദി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു കുടുംബ ജീവിതത്തെക്കാൾ ഒരു അധ്യാപകന്റെയും ശിഷ്യയുടെയും ബന്ധമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ഒരു അധ്യാപകനും അധ്യാപകന്റെ ശിഷ്യയും എല്ലാം പഠിച്ചുകൊണ്ട് നബി തങ്ങളെ സമൂഹത്തിന് പകർത്തി കൊടുത്ത പെണ്ണ്, ആ മഹദി, ഈ ഉമ്മത്തിന്റെ അധ്യാപിക. മഹദി പറയുന്നു, ഒരിക്കൽ മദീനയിൽ വമ്പിച്ച വരൾച്ച ബാധിച്ചു. മദീനത്തെ ജനങ്ങൾ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടിന്റെ അങ്ങേ അറ്റത്തെത്തി. വരൾച്ചയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ വരൾച്ച ഉണ്ടായപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയത് നിങ്ങൾക്കറിയാലോ. ആ വരൾച്ചയുടെ മധ്യത്തിൽ ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വലിയ പ്രയാസമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? മഹദിയോട് ആലോചിച്ചു. കാരണം മഹദിക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആളുകൾ മഹദിക്ക് വലിയ പദവി കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവരൊക്കെ വന്നുകൊണ്ട് അന്വേഷിച്ചു, എന്ത് ചെയ്യണം? നമ്മൾ വമ്പിച്ച വരൾച്ചയാണല്ലോ വന്നുപെട്ടിരിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുത്തൊരു വാചകം ഹദീസിന്റെ കിതാബിലുണ്ട്, വളരെ വ്യക്തം. ഹാഫിദുദ്ദാരിമി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു.
വളരെ വ്യക്തമായി പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, ഉൻദുറൂ ഖബറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാകുന്ന റൗദയുടെ നേരെ ഒന്ന് നോക്ക്. റൗദ ഷരീഫിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഖബറിലേക്ക് നോക്ക്. ഫജഅലു മിൻഹു കവ്വൻ ഇല സമാ, എന്നിട്ട് റൗദയുടെ മുകളിൽ നിങ്ങൾ നേരെ ആകാശത്തിലേക്ക് ഒരു ദ്വാരമുണ്ടാക്ക്. റൗദ ഷരീഫിന്റെ മുകളിൽ ആകാശത്തേക്ക് ഒരു ദ്വാരമുണ്ടാക്ക്. ഹത്താ ലാ യകൂന ബൈനഹു വ ബൈനസ് സമാഇ സഖഫുൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗദയും അതുപോലെ ആകാശവും തമ്മിൽ യാതൊരു തരത്തിലും മേൽക്കൂരയില്ലാത്ത വിധം അതിന്റെ മേൽക്കൂര തുറന്നുകൊണ്ട് നിങ്ങൾ ദ്വാരമുണ്ടാക്കിക്കൊണ്ട് ആ ഖബറിൽ ചെന്നുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് സങ്കടം പറ. എന്താണ് പറഞ്ഞ വാചകം? എന്തിനാ ഇപ്പൊ അള്ളാഹിനോട് സംസാരിക്കാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് നോക്കേണ്ട ആവശ്യം എന്താ? ഉൻദുറൂ ഇലാ ഖബറിൻ നബി ആയിഷ ബീവി പറയേണ്ട കാര്യം എന്താ? ശിർക്കാവൂലേ? അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഏർപ്പാടാവും. നിങ്ങൾ ഖബറിൽ ചെന്ന് നോക്കിക്കോന്ന് നിങ്ങൾ അള്ളാഹിനോട് ദ്വാരനോളി മക്കളെ എന്ന് പറഞ്ഞാൽ പോരെ. ആരാ ഇത് പറയുന്നത്? അഷ്റഫുൽ ഖൽക്കിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് ദീൻ എന്താന്ന് ശരിക്ക് പഠിച്ച് പകർത്തി സമൂഹത്തിന് പഠിപ്പിച്ച ഈ ഉമ്മത്തിന്റെ അധ്യാപിക, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പ്രമുഖയായ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് പടച്ചറബ് നമ്മളെ കാക്കുമാറാവട്ടെ. ആരാണത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി റസൂലുള്ളാഹിനെ എത്ര വായിച്ചെടുത്തൊരു മഹദി വേറണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഖബറിൽ ചെന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ ദ്വാരന്നോ മേലോട്ട് നോക്കിയിട്ട് എന്നാ പറയണത്. എന്തിനാ അവിടെ തന്നെ ചെന്ന് ദ്വാരക്കാൻ പറഞ്ഞത്? ആയിഷ ബീവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ മമ്പുറത്തേക്ക് വരാൻ പേടിക്കണത്? നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ നേരിട്ട് പടച്ചറപ്പിനോട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ? ഇനി അതൊക്കെ പോകട്ടെ, ഇതുപോലെ എത്ര അനുഭവങ്ങളുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ദലായിലുൻ നുബുവയിലൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ദലായിലുൻ നുബുവ എന്ന് പറയുന്ന ഇമാം ബൈഹഖി തങ്ങളുടെ ഉദ്ധരണികൾ ഒരുപാടുണ്ട്. പോകട്ടെ, അതിൽപ്പെട്ട ചില സംഭവങ്ങൾ നോക്ക് നിങ്ങൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ മദീനയിൽ വമ്പിച്ച വരൾച്ച വന്നു. വമ്പിച്ച പ്രയാസം. ഈ പ്രകൃതി ദുരന്തം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ റൗദ ഷരീഫിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ഫഖാല, അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മരിച്ചു കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഈ മനുഷ്യൻ വിളിക്കുന്നത്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. അള്ളാഹുവിന്റെ തിരുദൂതരെ വിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ സങ്കടം പറയുന്നു. ഇസ്തസ്ഖിലി ഉമ്മതിക, ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴ വർഷിപ്പിച്ചു തരണം നബിയെ. ഫഇന്നഹും ഖദ് ഹലകൂ, ആ ജനങ്ങളൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. മഴയില്ലാത്തത് കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. തിരുദൂതരെ അങ്ങ് മഴ വർഷിക്കാൻ വേണ്ടി പടച്ചറബിനോട് പറയണമെന്ന അർത്ഥത്തിൽ അങ്ങ് മഴ വർഷിപ്പിച്ചു തരണേ. ഇസ്തസ്ഖിലി ഉമ്മതിക, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് അങ്ങനെ ഒരു ആവശ്യം നേരിട്ട് അങ്ങ് ഉന്നയിക്കുകയാണ്. ഫഅതർ റജുല ഫിൽ മനാം, ആ മനുഷ്യന് അന്ന് ഉറക്കത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ വന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇഅ്തി ഉമറ, നീ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ചെല്ല്, എന്നിട്ട് ഉമറിനോട് സങ്കടം പറയും. ഉമർ ദുആ ചെയ്താൽ മഴ പെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സാധു മനുഷ്യൻ വന്നിട്ട് സ്വപ്നത്തിൽ കണ്ട ഇവരും അതിന്റെ മുമ്പ് നേരത്തെ റൗദയിൽ പോയി സിയാറത്ത് ചെയ്ത് സങ്കടം പറഞ്ഞ ഇവരും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെയധികം നിഷ്കളങ്കനായി കൊണ്ട് പറഞ്ഞു, നാഥ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ അവർ നിന്റെ പ്രവാചകനെ സമീപിച്ചത്, അതുകൊണ്ട് പടച്ചറബ്ബെ നീ മഴ തരണേ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദുആ ചെയ്യുന്നു. പടച്ചറബ്ബ് മഴ കൊടുക്കുന്നു. എന്താ ഈ സംഭവം? ഉമർ റളിയല്ലാഹു തആല വിനയത്തോടെ പറഞ്ഞു, പടച്ചോനെ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിന്റെ നബിന്റെ അടുത്ത് ആളുകൾ വന്നത്. ഇവിടെ ഈ മനുഷ്യൻ വന്നുകൊണ്ട് ഈ ചെയ്ത പ്രവർത്തനത്തെ എന്തുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ എതിർത്തില്ല? നിനക്കങ്ങനെ മഴ വേണമെങ്കിൽ പടച്ചറബ്ബിനോട് ദുആ ചെയ്താൽ പോരെ, നീ എന്തിനാ ആ മക്ബറയിൽ പോയിട്ട് പറഞ്ഞത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അസ്തമിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നീ ചെന്ന് സങ്കടം പറഞ്ഞിട്ട് എന്താ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ആ മനുഷ്യനെ നിരാശപ്പെടുത്തിയില്ല? അതിന്റെ അർത്ഥം പൈതൃകം എന്താ? മഹാന്മാരുടെ അടുത്ത് നിൽക്കലാണ്. ഞാൻ പറയുന്നത് പൈതാണ് പൈതൃകം. 14 നൂറ്റാണ്ട് മുമ്പ് ഈ സമൂഹം പഠിച്ച പൈതൃകം 15-ാം നൂറ്റാണ്ടിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന ഹദീസ് എവിടെയാ കൊണ്ടുപോയി വെച്ചത്? എന്റെ നൂറ്റാണ്ടിലുള്ളവർ ഉത്തമർ, ബാക്കിയുള്ളവരുടെ ശേഷം വരുന്ന നൂറ്റാണ്ടിലുള്ളവർ, അതിന്റെ പിറകെ വരുന്നവർ, അങ്ങനെയാണ്. ഏറ്റവും നല്ലത് എന്റെ നൂറ്റാണ്ടിലുള്ളവരാണെന്ന് ഈ ലോകത്തിന്റെ വിമോചകൻ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചു. പറയണ്ടേ നമ്മൾ ചരിത്രത്തിൽ? പഠിക്കണ്ടേ നമ്മൾ? ഏത് ചെറിയ വിഷയമാണെങ്കിലും ശരി, ഈ മഹത്തുക്കളുടെ മുമ്പിൽ വന്ന് നമ്മൾ സങ്കടം പറയുമ്പോൾ അതിനൊരു ഫലമുണ്ട്.
അത് അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം എന്താ? അള്ളാഹുവിലേക്ക് അത്രമാത്രം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുകളായി മാറിയിട്ടില്ല നമ്മൾ പടച്ചറപ്പിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ പടച്ചറപ്പ് ഉത്തരം തരും. പക്ഷെ നമ്മളെക്കാൾ ഏറെ നമുക്ക് ഉത്തരം കിട്ടും ഈ മഹാന്മാരെ സാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ. കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പടച്ചറപ്പ് തന്നെയാണ്, തർക്കം വേണ്ട.